2020 ലോകകപ്പ് ടൂർണമെന്റിൽ ബംഗ്ലാദേശ് ഉണ്ടാവുമോ ഇല്ലയോ എന്നതാണ് ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യയിൽ വളരുന്ന ആന്റി ബംഗ്ലാദേശി സെന്റിമെന്റ്സ് ആണ് ഇതിന് കാരണമായി കണക്കാക്കപ്പെടുന്നത്. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ബംഗ്ലാദേശി ബൗളർ മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യാൻ BCCI ആവശ്യപ്പെടുകയും നൈറ്റ് റൈഡേഴ്സ് മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശി ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കണമെന്നും തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ICCIയോട് ആവശ്യപ്പെട്ടത്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിലവിലുള്ള ഗ്രൂപ്പിൽ നിന്നും ബംഗ്ലാദേശിന് പകരം അയർലൻഡിനെ ഉൾപ്പെടുത്തി അയർലൻഡ് മത്സരിക്കുന്ന ഗ്രൂപ്പിൽ ബംഗ്ലാദേശിനെയും ഉൾപ്പെടുത്തിയാൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറുമെന്ന് ബംഗ്ലാദേശി ക്രിക്കറ്റ് ബോർഡ് ICCIയെ അറിയിക്കുകയും അത്തരത്തിൽ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഷെഡ്യൂൾ എല്ലാം ഫൈനലൈസ് ചെയ്തെന്നും ഇനി മാറ്റങ്ങൾക്ക് തയ്യാറല്ലെന്നുമാണ് ICCയുടെ നിലപാട്. സെക്യൂരിറ്റി അസസ്മെന്റിൽ ലോ ടു മോഡറേറ്റ് റിസ്ക് ആണ് ബംഗ്ലാദേശി ടീമിന് ഇന്ത്യയിലുള്ളതെന്നും ICCI അറിയിച്ചു. ജനുവരി 21-നുള്ളിൽ അവസാന തീരുമാനം അറിയിക്കാനാണ് ബംഗ്ലാദേശി ക്രിക്കറ്റ് ബോർഡിനോട് ICCI ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഒഴിവാക്കി ക്രിക്കറ്റ് റാങ്കിങ്ങിൽ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി ടൂർണമെന്റുമായി മുന്നോട്ട് പോകാനാണ് ICCയുടെ തീരുമാനം. തങ്ങൾക്ക് പിന്തുണ തേടി ബംഗ്ലാദേശി ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാനെ സമീപിക്കുകയും ബംഗ്ലാദേശിനെ ഒഴിവാക്കിയാൽ ടൂർണമെന്റിൽ നിന്നും പാകിസ്ഥാനും ഒഴിയുമെന്ന പ്രഖ്യാപനമുണ്ടാവുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ടൂർണമെന്റിൽ ബംഗ്ലാദേശ് ടീം ഉണ്ടാവുമോ അതോ സ്കോട്ട്ലൻഡ് ടൂർണമെന്റിലെ ബംഗ്ലാദേശിന്റെ സ്ഥാനം നേടുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.